വൻപയർ ഉലർത്തുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായി 1/2 കിലോ വൻപയർ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കണം. പിന്നീട് മിക്സിയിൽ 6 ചുവന്ന മുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 5 ചെറിയ ഉള്ളി, 7-8 വെളുത്തുള്ളി അല്ലികൾ ഇതെല്ലാം ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരു കുക്കറിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിക്കാം. അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളകും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടി ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കുന്നവരെ ഒന്നുകൂടി ഇളക്കാം. അല്പം വെള്ളം ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് തിളയ്ക്കാൻ വിടാം. അപ്പോൾ ഉള്ളിയുടെയൊക്കെ പച്ചമണമെല്ലാം പൂർണ്ണമായും മാറും. ഇതിലേക്ക് കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഒരു ടീസ്പൂൺ 1/2 കിലോ പയറിന് 1-1.5 ടീസ്പൂൺ ഉപ്പിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. ഈ പയർ നികക്കെ വെള്ളമൊഴിക്കാം. നന്നായി കുതിർന്ന പയറായതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിന്നാൽ മതി. ഇതിനെ ഇനി ഒരു 3 വിസിൽ വരുന്നത് വരേക്കും നമുക്ക് ബോയിൽ ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ റിലീസായതിനു ശേഷം അതൊന്നുകൂടി ഇളക്കി നോക്കണം. അതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. പയർ പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ആ വെള്ളം നന്നായി വറ്റിയതിന് ശേഷം നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാം. നമ്മുടെ വൻപയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. Thank you for watching.